കാഞ്ഞിരപ്പള്ളിയുടെ ചിരകാല അഭിലാഷമായ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യത്തിലേക്ക്. കാഞ്ഞിരപ്പള്ളിയുടെ ശാപമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാണ് ബൈപ്പാസ് നിർമ്മാണത്തിലൂടെ കൈവരുന്നത്. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ നടന്ന നിർമ്മാണോദ്ഘാടന സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. തങ്കപ്പൻ അധ്യക്ഷനായി. തുടർന്ന് ഡോക്ടർ എൻ ജയരാജ് ശിലാസ്ഥാപനം നടത്തി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാൻ ഈ സർക്കാരിന് കഴിഞ്ഞതായി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയുടെ സുദീർഘമായ കാത്തിരിപ്പിനാണ് വിരാമമാകാൻ പോകുന്നത്. കാഞ്ഞിരപ്പള്ളി ടൗണിലെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള ബൃഹത് പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം കഴിഞ്ഞ 7.5 വർഷം സാധ്യമായിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും അനുഭവിച്ച് മനസ്സിലാക്കിയതാണ്. ദേശീയപാതകളും സംസ്ഥാനപാതകളും ഒപ്പം ഗ്രാമീണ മേഖലയിലെ പൊതുമരാമത്ത് റോഡുകളും നവീകരിക്കപ്പെടുകയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും ഈ മാറ്റം നമുക്ക് കാണാനാകും. കേരളത്തെ പശ്ചാത്തല വികസനത്തിന് ഹബ്ബാക്കി മാറ്റുക എന്ന LDF സർക്കാരിന്റെ നയം ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ പ്രധാനം ദേശീയപാത വികസനമാണ്. 20 വർഷത്തോളമുള്ള നാടിന്റെ കാത്തിരിപ്പിനാണ് വിരാമമാകാൻ പോകുന്നതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ താണ്ടേണ്ടി വന്ന ദുർഘട വഴികൾ എൻ ജയരാജ് വിവരിച്ചു. നാടിന്റെ വികസനത്തിലെ നാഴികക്കല്ലായി ബൈപ്പാസ് മാറുമെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ വലിയൊരു സഹായം ആ ഭൂമിയുടെ കാര്യത്തിൽ സൗജന്യമായി തരാൻ കാണിച്ച സന്മനസ്സാണ്. പക്ഷെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഏതായാലും ഒരു കാര്യമുണ്ട്, കാഞ്ഞിരപ്പള്ളിയുടെ മുഖച്ഛായ മാറുന്ന തരത്തിൽ ഇന്ന് ബൈപ്പാസിൻ്റെ ഭൂമിയുടെ ഏറ്റെടുത്ത് അവിടെ റൗണ്ടാലി അവിടെ വന്നു കഴിയുമ്പോൾ അതിന് തൊട്ട് മുമ്പിലാണ് 3.5 കോടി രൂപ ചെലവഴിച്ച് MLA ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്ന ഏറ്റവും മനോഹരമായ പുതിയ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസ് വരുന്നത്. തീർച്ചയായിട്ടും ഫ്ലൈ ഓവറൂടെ തീർന്നു കഴിയുമ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ചയുടെ സ്ഥാനമായി അത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജസി ഷാജൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ, VN രാജേഷ്, ഷക്കീല നസീർ, ജോളി മടക്കക്കുഴി, PI ഷമീർ, മഞ്ജു മാത്യു, റിജോ വാളാന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്ന് ആരംഭിച്ച് ചിറ്റാർപ്പുഴയ്ക്കും മണിമല റോഡിനും കുറുകെ മേൽപ്പാലം നിർമ്മിച്ച് പൂതക്കുഴി റാണി ഹോസ്പിറ്റലിന് സമീപം ദേശീയപാതയിൽ പ്രവേശിക്കുന്ന നിർദ്ദിഷ്ട ബൈപ്പാസ് 1.626 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണത്തിനുമായി 78.69 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ട്. 2025 ഫെബ്രുവരി മാസത്തിൽ പണികൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.